ദൈവമേ നിൻ സഹായമെന്നൊരത്ഭുതം, നിൻ സ്നേഹവും കാരുണ്യവും ഓർത്തുപാടാൻ സ്തുതിക്കീർത്തനം. ഹല്ലേലൂയ ഹല്ലേലൂയ എന്റെ നാഥൻ ആരാധന. ഷാലോം മെഗാ ഫെസ്റ്റിവൽ 2010 മഹാജൂബിലി ഹാൾ, സെയിന്റ് ഡൊമിനിക് കത്തീഡ്രൽ ചർച്ച്, കാഞ്ഞിരപ്പള്ളി. എത്രമാത്രം എന്നെ സ്നേഹിച്ചു നീ, എത്രമാത്രം എന്നെ പാലിച്ചു നീ, ഇത്ര നാൾ നീ തന്ന നന്മയെല്ലാം ഓർത്തു പാടാൻ സ്തുതിഗീതങ്ങൾ. പാടാം. യഹോവേ എൻ ദൈവമേ നിൻ സഹായമെന്തൊരത്ഭുതം, നിൻ സ്നേഹവും കാരുണ്യവും ഓർത്തുപാടാൻ സ്തുതികീർത്തനം. ഹല്ലേലൂയ 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 എന്റെ നാഥൻ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ എന്റെ നാഥൻ ആരാധന. കരങ്ങളടിക്കാം. പരസ്പരം അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് കരങ്ങളടിക്കാം. ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ, വലിയ സന്തോഷത്തോടെ പരസ്പരം നോക്കി ചിരിക്കാം. ദുഃഖദുരിതങ്ങളേറിടുമ്പോൾ എന്നാശ്വാസമായവനേ, തളരുന്ന നിമിഷങ്ങളിൽ നിൻ വചനമെനിക്കു ബലമാ. വലിയ സന്തോഷത്തോടെ യഹോവേ യഹോവേ എൻ ദൈവമേ നിൻ സഹായമെന്തൊരത്ഭുതം, നിൻ സ്നേഹവും കാരുണ്യവും ഓർത്തുപാടാൻ സ്തുതികീർത്തനം. ഹല്ലേലൂയ ഹല്ലേലൂയ എന്റെ നാഥൻ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ എന്റെ നാഥൻ ആരാധന. കരങ്ങളടിക്കാം. ഇരുൾമൂടും മനസ്സുകളിൽ ഒരു ദീപമായി തെളിയുന്ന നീ, മാലിന്യം നിറഞ്ഞൊരെന്നെ തിരിച്ചോരയ കഴുകണമേ. യഹോവേ എൻ ദൈവമേ നിൻ സഹായമെന്തൊരത്ഭുതം, നിൻ സ്നേഹവും കാരുണ്യവും ഓർത്തുപാടാൻ സ്തുതികീർത്തനം. ഹല്ലേലൂയ 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 എന്റെ നാഥൻ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ എന്റെ നാഥൻ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ എന്റെ നാഥൻ ആരാധന. പരിപൂർണ നിശബ്ദതയിൽ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് ഹൃദയത്തിൽ അനുഭവിച്ചറിയാം. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നു.
ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനുള്ള ഭാഗ്യം കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു. അവിടുത്തെ വചനം നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുന്നതായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയോ വർഷങ്ങളായി എത്രയോ വചനവേദികളിൽ നിന്ന് എന്തുമാത്രം വചനം നമ്മൾ സ്വീകരിച്ചു. ഈ വചനത്തിൻ്റെ സാക്ഷിയാകുവാൻ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ വീഴ്ചകൾ നമുക്ക് ഏറ്റുപറയാം. കർത്താവെ, ഞാൻ കേൾക്കുന്ന വചനങ്ങൾ ആ വചനത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ജീവിതത്തിനൊരു പുതിയ തുടക്കം കുറിക്കുവാൻ അവിടുന്ന് എന്നെ സഹായിച്ചാലും. കർത്താവെ, അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല, അങ്ങേക്ക് വേണ്ടി മാത്രം അങ്ങയുടെ സന്നിധി തേടുന്ന ഒരു ഹൃദയം എനിക്കുണ്ടാകട്ടെ. ദൈവമേ, എൻ്റെ ചുറ്റുപാടുമുള്ളവർക്ക് നിൻ്റെ പ്രകാശം കൊടുക്കുവാൻ തക്ക വിധത്തിൽ നിൻ്റെ ആത്മാവ് എന്നിൽ ജ്വലിക്കട്ടെ. എൻ്റെ ബലഹീനതകളും വീഴ്ചകളുമുള്ള പഴയ ജീവിതത്തെ പൂർണ്ണമായി നീക്കിക്കളഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഒരു പുതിയ ജീവിതം ആരംഭിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഈശോയെ, എന്നെ അതിന് സഹായിക്കണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അമ്മേ മാതാവേ, തുറന്നു വരുന്ന നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നിറയുവാൻ, വചനം കൊണ്ട് നിറയുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചാലും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ജഡം തൃണം മാത്രം, അതിൻ്റെ സൗന്ദര്യം വയലിലെ പുഷ്പം പോലെ ക്ഷണികമത്രയെന്ന്. മനുഷ്യൻ തൃണം മാത്രം. മനുഷ്യൻ്റെ സൗന്ദര്യമെന്ന് പറയുന്നത്, ജഡത്തിൻ്റെ സൗന്ദര്യമെന്ന് പറയുന്നത് വയലിലെ പുഷ്പം പോലെ ക്ഷണികമാണ് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കും. സ്പെയിനിലെ രാജ്ഞിയായിരുന്നു ഇസബെല്ല. അതീവ സുന്ദരിയും സൽഗുണസമ്പന്നയുമായിരുന്നു ഇസബെല്ല രാജ്ഞി. ജനങ്ങൾക്കെല്ലാം രാജ്ഞിയെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായി 36-ാമത്തെ വയസ്സിൽ ഇസ്മല്ല രാജ്ഞി മരിച്ചു. രാജ്യത്തിന് മുഴുവനും ഒരു ഷോക്കായിരുന്നു. ടൊളേഡിയോ എന്ന് പറയുന്ന നഗരത്തിൽ വെച്ചാണ് ഈ മരണം സംഭവിച്ചത്. അപ്പം മൃതശരീരം ഈ ടൊളേഡിയോയിൽ നിന്നും തലസ്ഥാനമായ ഗ്രനാഡയിലേക്ക് കൊണ്ടുവരണം. അതിന് ഏകദേശം 17 ദിവസത്തിൻ്റെ സമയമെടുത്തു, താമസമുണ്ടായി, യാത്രയുണ്ടായിരുന്നു. അപ്പോൾ ഈ ശവസംസ്കാര ശുശ്രൂഷകൾക്കും മൃതദേഹം തലസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനുമൊക്കെയുള്ള ഉത്തരവാദിത്തം കാറ്റലോനായിലെ വൈസ്രോയി ആയിരുന്ന ഫ്രാൻസിസ് ജോർജിയായാണ് ഭരണകൂടം ഏൽപ്പിച്ചത്. അങ്ങനെ 17 ദിവസത്തെ ആ വിലാപയാത്ര ഒടുവിൽ തലസ്ഥാന നഗരിയിലെത്തി. ശവസംസ്കാര ശുശ്രൂഷ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പായി നിയമമനുസരിച്ച് ഒരു ഔദ്യോഗിക പ്രതിനിധി ഈ മരണം സ്ഥിരീകരിക്കണം. അപ്പോൾ ശവപ്പെട്ടി തുറന്ന് ഇത് മരിച്ചുവെന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ ആ ചുമതല ഈ ഫ്രാൻസിസ് ബോർജിയയ്ക്കായിരുന്നു. അങ്ങനെ 17 ദിവസം മുമ്പ് മരിച്ച ഒരാളുടെ ശരീരമാണ്. പക്ഷേ നിയമമനുസരിച്ച് ഈ പെട്ടി തുറന്ന് ബോധ്യപ്പെടണം ഇത് സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുന്നതിന് മുമ്പ്, ഔദ്യോഗികമായി മരണം പ്രഖ്യാപിക്കണമെങ്കിൽ. അങ്ങനെ അദ്ദേഹം ഈ ശവപ്പെട്ടിയുടെ മൂടി തുറന്നു. കഠിനമായ ദുർഗന്ധമാണ്. അദ്ദേഹം ഒന്നേ നോക്കിയുള്ളൂ. അതിസുന്ദരിയായിരുന്ന ഇസബെല്ല രാജ്ഞിയുടെ ശരീരം പഴുത്ത് ചീഞ്ഞ് വ്രണം ആകെ രൂപം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അത് അദ്ദേഹത്തിനൊരു ഷോക്കായി. കാരണം അതിസുന്ദരിയായിരുന്ന ഇസബെല്ലയുടെ ഈ മൃതശരീരം ഏതാനും ദിവസങ്ങൾ കൊണ്ട് ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്നു. ആ കാഴ്ച അദ്ദേഹത്തിന് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. ശവസംസ്കാര ശുശ്രൂഷയൊക്കെ കഴിഞ്ഞു. അന്ന് രാത്രിയിൽ അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല. അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ഇത്രയും ദിവസങ്ങളിൽ, നാളുകളിൽ ഈ രാജ്യത്തിൻ്റെ മുഴുവനും ആദരവും സ്നേഹവും നേടിയിരുന്ന സുന്ദരിയായിരുന്ന ഇസബെല്ലയുടെ ശരീരം മരിച്ചേതാനും ദിവസങ്ങൾ കൊണ്ട് ചീഞ്ഞ് അളിഞ്ഞ് നാറിയിരിക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ശരീരവും ഇതിൻ്റെതായ നന്മകളുമൊക്കെ എന്ന്
അദ്ദേഹം തിരിച്ചറിയുക. അപ്പം ഇത്രയും നിസ്സാരനായ ഈ മനുഷ്യൻ, ഇങ്ങനെയുള്ള മനുഷ്യർക്ക് വേണ്ടി അല്ല ഞാൻ ജീവിക്കേണ്ടത്, ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കേണ്ടത് എന്നുള്ള ഒരു ചിന്ത ആ രാത്രിയിൽ അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ഫ്രാൻസിസ് ബോർജിയ വൈസ്രോയി സ്ഥാനമൊക്കെ രാജിവെച്ച് സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുകയാണ്. ഈശോ സഭയിൽ അംഗമായി ചേർന്ന് ഈശോ സഭയുടെ 3ാമത്തെ സുപ്പീരിയർ ജനറലായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയ. പ്രിയപ്പെട്ടവരെ, ഒരു ശവസംസ്കാര ശുശ്രൂഷ ആ മനുഷ്യൻ്റെ ജീവിതത്തെ മുഴുവനും രൂപാന്തരപ്പെടുത്തി. എത്രയോ വർഷങ്ങളായി നമ്മളൊക്കെ നിരവധി ശവസംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നുണ്ട്. കുട്ടികളുടെയും യുവാക്കന്മാരുടെയും വാർദ്ധക്യത്തിലെത്തിയവരുടെയും വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ഒക്കെ ശവസംസ്കാര ശുശ്രൂഷകളിൽ നമ്മൾ പങ്കെടുക്കാറുണ്ട്. ആ സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ നമുക്ക് സങ്കടമൊക്കെ തോന്നാറുണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറമായി ഈ ശവസംസ്കാര ശുശ്രൂഷകൾ എൻ്റെ ജീവിതത്തെ ചിന്തിപ്പിക്കുന്നുണ്ടോ? മരണത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ നമ്മുടെ ഓരോ ശവസംസ്കാര ശുശ്രൂഷകളിലെയും പ്രാർത്ഥനകൾ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമുക്കെപ്പോഴും ധ്യാനിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് നമ്മുടെ മരണം. പലർക്കും മരണത്തെക്കുറിച്ച് പറയുന്നത് തന്നെ പേടിയാണ്. മരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പലർക്കും ധൈര്യമില്ല. അപ്പം മരണം എന്നുള്ളതിനെ അവഗണിച്ചുകൊണ്ട് മറന്നുകൊണ്ട് അങ്ങനൊരു യാഥാർത്ഥ്യമുണ്ടെന്ന് ചിന്തിക്കാൻ പോലും മെനക്കെടാതെ പലരും ജീവിക്കുക. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ മരണമാണ്. നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ചുള്ള ധ്യാനമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെയൊക്കെ ആധ്യാത്മിക ജീവിതത്തിൽ ഇത്രയും വചന ശുശ്രൂഷകളിൽ പങ്കെടുത്തിട്ടും ഒരു മാറ്റമൊന്നും ഉണ്ടാകാതിരിക്കുന്നത്. അപ്പോൾ എത്രയേറെ നമ്മൾ മരണത്തെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും, ഇപ്പോൾ വൈദ്യശാസ്ത്രം എത്രമാത്രം പുരോഗമിച്ചാലും, എന്തെല്ലാം സൗകര്യങ്ങൾ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ആയുസ്സിൻ്റെ നാഥൻ തമ്പുരാനായതുകൊണ്ട് തമ്പുരാൻ വിളിക്കുന്ന സമയത്ത് ഞാനും നിങ്ങളും പോയേ തീരൂ ഈ ജീവിതത്തിൽ നിന്ന്. ഏത് നിമിഷവും തിരിച്ചു വിളിക്കപ്പെടാവുന്ന ഒന്നാണ് നമ്മുടെ ജീവിതം എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. രോഗം വഴിയും അപകടം വഴിയും പ്രായം വഴിയും നമ്മളൊക്കെ ഓരോ ദിവസവും മരണത്തോട് സമീപിച്ചു കൊണ്ടിരിക്കുക. ഇനിയും എത്ര കാലം നമുക്ക് ആയുസ്സുണ്ടെന്ന് ഇവിടെ ഇരിക്കുന്ന നമുക്ക് ആർക്കും ഉറപ്പില്ല. അപ്പോൾ നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ച് തിരിച്ചറിയുമ്പോഴാണ് നിത്യജീവിതത്തിൻ്റെ അനശ്വരതയെക്കുറിച്ച് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നിത്യജീവിതത്തിന് വേണ്ടി ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകണമെങ്കിൽ മരണത്തിൻ്റെയും മനുഷ്യജീവിതത്തിൻ്റെയും ക്ഷണികത നമ്മൾ തിരിച്ചറിയണം. നമ്മളിപ്പോഴും ധ്യാനിക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തീരാനാണ്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് സകല പ്രശ്നങ്ങളെയും പരിഹരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ഒരു സ്വർഗം സൃഷ്ടിക്കുവാനല്ല. ഈ ലോകത്തിൽ എത്രമാത്രം മനുഷ്യൻ പരിശ്രമിച്ചാലും സ്വർഗത്തിൻ്റെ അനുഭവം ഉണ്ടാകില്ല. മറിച്ച് നമ്മുടെ വേദനകളും ദുരിതങ്ങളും ഒക്കെ സ്വർഗത്തിലേക്ക് നമ്മുടെ മനസ്സുയർത്താൻ വേണ്ടിയുള്ളതാണ്. നമ്മുടെ വേദനകളും ദുരിതങ്ങളും ശാപമായി കണ്ട് ശാപത്തിൻ്റെ കാരണമന്വേഷിച്ച് പരിഹാരം ചെയ്ത് പലരുടെയും ആയുസ് പോകുകയാണ്. കാര്യങ്ങളിൽ മാറ്റമൊന്നുമില്ലതാനും. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്ക് നോക്കാൻ വേണ്ടിയാണ് ഈ ദുരിതങ്ങൾ ദൈവം അനുവദിച്ചിരിക്കുന്നത്. നിന്റെ ദുരിതങ്ങളുടെ കാരണം അന്വേഷിക്കാതെ നിന്റെ ദുരിതങ്ങളിലൂടെ ദൈവം നിന്നോട് എന്താണ് സംസാരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് നിന്റെ മനസ്സിനെ നിത്യതയ്ക്ക് വേണ്ടി നീ ഒരുക്കണം. അതുകൊണ്ട് എത്ര പ്രാർത്ഥിച്ചാലും എന്തെല്ലാം ചെയ്താലും മനുഷ്യ ജീവിതത്തിൽ ഈ വേദനയും പ്രശ്നങ്ങളും സ്വാഭാവികമാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. ചിലപ്പോൾ നന്മയുടെ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മാറ്റും. പ്രശ്നങ്ങളുടെ കാരണം അന്വേഷിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം നശിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരകനായ കർത്താവിനെ നമ്മൾ അന്വേഷിക്കണം. സ്വർഗത്തെ നമ്മൾ അന്വേഷിക്കണം. നിത്യതയെ നമ്മൾ അന്വേഷിക്കണം. നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ നമ്മൾ തുടങ്ങണം. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളുടെ മുകളിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. നിത്യതയെക്കുറിച്ചുള്ള ബോധ്യമില്ലാത്തത് കൊണ്ട്, മരണത്തെക്കുറിച്ച് ധ്യാനിക്കാത്തത് കൊണ്ട്, അനശ്വരതയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹമില്ലാത്തത് കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളിൽ തട്ടി നമ്മുടെ ജീവിതം തളർന്നു കിടക്കുകയാണ്. ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്ന കാര്യം നമ്മൾ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിന് വിടുക. മറിച്ച് നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സകല പ്രശ്നങ്ങളുടെയും മുകളിൽ ജീവിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് തരുമെന്നുള്ളത് തീർച്ചയാണ്. സങ്കീർത്തനം 90:12 സങ്കീർത്തകൻ ഇങ്ങനെ പറയുന്നുണ്ട്: ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നമ്മൾ ജീവിതത്തിൽ പലതും എണ്ണാറുണ്ട്. നമ്മളോട് മറ്റുള്ളവർ ചെയ്ത അനീതികളുടെ എണ്ണമൊക്കെ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ യാത്ര ചെയ്യുന്ന കിലോമീറ്റർ, യാത്ര ചെയ്യാൻ പോകുന്നത് എത്ര കിലോമീറ്റർ, അതൊക്കെ നമുക്ക് എണ്ണാൻ പറ്റും. നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആസ്തിയൊക്കെ എണ്ണി തിട്ടപ്പെടുത്താൻ നമുക്ക് പറ്റും. പക്ഷെ അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട്
നമ്മൾ എണ്ണാൻ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾ നമ്മൾ എണ്ണണം. നമ്മളിങ്ങനെ വെറുതെ ജീവിച്ചു പോകും. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്ത ഒന്നാണെന്നുള്ള ധാരണയിൽ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ ജീവിക്കുകയാണ്. എന്നാൽ നമ്മുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾക്ക് എണ്ണമുണ്ട്, അതിന് പരിമിതിയുണ്ട്. എണ്ണമില്ലാത്തതല്ല മനുഷ്യൻ്റെ ആയുസ്, അത് എണ്ണമുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആയുസ്സിൻ്റെ ദിനങ്ങളെ എണ്ണം പഠിക്കണം. ഒരു ശരാശരി മനുഷ്യൻ ജീവിക്കുന്നത് 912 മാസമാണെന്ന് പറയുന്നത്. നമ്മൾ വർഷങ്ങളൊക്കെ മാറ്റുക, മാസത്തിൻ്റെ കണക്കെടുക്കുക, 912 മാസം. ഇനി അത് ദിവസമായിട്ട് നോക്കിയാൽ 27,750 ദിവസമാണ് ഒരു മനുഷ്യൻ്റെ ശരാശരി ആയുസ്. 27,750 ദിവസം. ഇനി മണിക്കൂറിലേക്ക് അത് മാറ്റുമ്പോൾ 6,65,000 മണിക്കൂർ. 6,65,000 മണിക്കൂറാണ് ശരാശരി ഒരു മനുഷ്യൻ്റെ ആയുസ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നേരം പുലർന്നതിന് ശേഷം ഈ സമയത്തിൻ്റെ ഇടയിൽ ഈ 6,65,000 നിന്ന് 10 മണിക്കൂർ കുറഞ്ഞു പോയി. നമ്മൾ ഓർക്കണം. അപ്പോൾ ഓരോ നിമിഷവും ഓരോ മണിക്കൂറും നമ്മുടെ ആയുസ്സിൻ്റെ എണ്ണം ഇങ്ങനെ പരിമിതമായിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് ജീവിക്കാൻ എത്ര മണിക്കൂറുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാറില്ല. അപ്പോൾ ഒരിക്കലും അവസാനിക്കാത്ത ജീവിതം എന്ന പോലെ നമ്മളിങ്ങനെ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നു, വാശി പിടിച്ച് ജീവിക്കുന്നു, മത്സരിക്കുന്നു, തിന്മയിൽ മുഴുകുന്നു. നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. നിത്യതയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ഒരുക്കം പലപ്പോഴും പലരുടെയും ജീവിതത്തിലില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഫെസ്റ്റിവലുകളിലൂടെ നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കരുത്. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അതിനേക്കാൾ ഉപരിയായി നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടത് ദൂരക്കാഴ്ചയാണ്. വണ്ടിയുടെ തൊട്ട് മുമ്പിലല്ല നോക്കേണ്ട, ദൂരേക്ക് നോക്കണം റോഡിൽ. എങ്കിലേ അവിടെ കുഴിയുണ്ടോ, കുണ്ടുണ്ടോ, ആളുകൾ മാറുന്നുണ്ടോ, മറ്റു വാഹനങ്ങൾ വരുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ ശരിയായി വണ്ടി ഓടിക്കണമെങ്കിൽ ദൂരക്കാഴ്ച ഉണ്ടാകും. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഭാവിയെക്കുറിച്ചുള്ള പ്ലാനിങ്ങുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറമുള്ളൊരു പ്ലാനിങ് നമുക്കുണ്ടാകണം. അത് മരണത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചുമുള്ള ആ ഒരു കാഴ്ച, ആ ദൂരക്കാഴ്ചയിലേക്ക് നമ്മൾ ഓരോരുത്തരും ഉയരേണ്ടത് ആവശ്യമാണ്. യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നാളത്തെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞു പോലെയാണ് നിങ്ങൾ. വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന മൂടൽ മഞ്ഞു പോലെയാണ് നിങ്ങൾ. നാളത്തെ ജീവിതം നിങ്ങൾക്ക് എങ്ങനെയുള്ളതായിരിക്കുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് നാളെയെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട്, ഒരുപാട് കണക്കുകൂട്ടലുകൾ കൂട്ടി, ഒരുപാട് ആകുലപ്പെട്ട്, ഒരുപാട് വിഷമിച്ച് ജീവിക്കേണ്ട കാര്യമില്ല. അത് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് മനുഷ്യജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം. ജോബിൻ്റെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്: എൻ്റെ ദിനങ്ങൾ ഓട്ടക്കാരനേക്കാൾ വേഗത്തിൽ പായുന്നു, അവ പറന്നു പോകുന്നുവെന്ന്. എൻ്റെ ദിനങ്ങൾ ഓട്ടക്കാരനേക്കാൾ വേഗത്തിൽ പാഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ അറിയുന്നില്ല എൻ്റെ ദിനങ്ങൾ ഇങ്ങനെ ഓട്ടക്കാരൻ്റെ വേഗതയിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട്. പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിൻ്റെ ദിനം വരുമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇത് കർത്താവിൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ച് മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഓരോ മനുഷ്യനും മരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ആ കർത്താവിൻ്റെ ദിനം കടന്നു വരിക. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും ദൈവം നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ തിരിച്ചു വിളിക്കാം. നമ്മൾ വളരെ അഭിമാനത്തോടെ പണിതുയർത്തി നമ്മുടെ വീടൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് പോകണം. 10-20 വർഷം കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ ആര് താമസിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല. നമ്മുടെ ഔദ്യോഗിക സ്ഥാനങ്ങളെല്ലാം ഇല്ലാതാകും. അതും ആ സ്ഥാനത്ത്, ആ കസേരയിൽ വേറൊരാൾ കയറിയിരിക്കും. നമ്മുടെ കൂട്ടുകാരൊക്കെ കുറച്ചു കാലം നമ്മളെ ഓർക്കും, പിന്നെ അവരും വിസ്മരിക്കും, അവരുടെ ജീവിതത്തിലേക്ക് പോകും. എന്നുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഓർമ്മ വേണം. എല്ലാം ക്ഷണികമാണ്. എല്ലാം ഏതു സമയത്ത് വേണമെങ്കിലും തിരിച്ചു വിളിക്കാവുന്ന ദാനങ്ങളാണ്. നമ്മുടെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ്. ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ദാനമാണ്. എപ്പോൾ വേണമെങ്കിലും ഈ ദാനങ്ങൾ പിൻവലിക്കപ്പെടാം എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വരണം. അതുകൊണ്ട് നമ്മുടെ ജീവിതം മെച്ചപ്പെട്ടതായി തീരണമെങ്കിൽ, നമ്മുടെ ജീവിതം ദൈവഹിതമനുസരിച്ചാകണമെങ്കിൽ ആദ്യം ജീവിതത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്ക് വേണം. ഏത് നിമിഷവും എൻ്റെ ദൈവം എന്നെ തിരിച്ചു വിളിക്കും. ആ ഒരു തിരിച്ചറിവ്
ഫലപ്രദമായി ഓരോ നിമിഷത്തെയും ഉപയോഗിക്കുവാനായിട്ടുള്ള കൃപ നമുക്ക് നൽകും. ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിനങ്ങളിൽ ഷാലോൺ TV-യിൽ ലിറ്റിൽ ബേഡ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിരിക്കും, കൊച്ചുകുട്ടികളുടെ പ്രോഗ്രാമുകൾ. എറണാകുളത്തുള്ള ഒരു സഹോദരി അവരുടെ ഒഴിവ് സമയത്ത് അവരുടെ മക്കൾ താമസിക്കുന്ന ഫ്ലാറ്റുകളിൽ ചെന്നപ്പോൾ ഈ പിള്ളേരൊക്കെ ഇങ്ങനെ അലഞ്ഞു കിടക്കുന്നുണ്ട്. ഇവരെല്ലാം വിളിച്ച് വചനം പഠിപ്പിക്കുന്നു, പാട്ട് പഠിപ്പിക്കുന്നു. അവർക്കങ്ങനെ ധാർമ്മികമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് യാദൃച്ഛികമായി തുടങ്ങിയൊരു ശുശ്രൂഷയാണ്. അത് മറ്റു പലർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ പല ഫ്ലാറ്റുകളിലും കുട്ടികളെല്ലാം ഒരുമിച്ച് കൂടി സമയം കിട്ടുമ്പോഴെല്ലാം ഈ കുട്ടികളെ ഇങ്ങനെ വചനം പഠിപ്പിക്കുകയും പാട്ട് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഷാലോൺ TV-യിൽ ഈ കുട്ടികളുടെ ഒരു പ്രോഗ്രാം ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഇതിന് നേതൃത്വം കൊടുത്ത ആ മോളി എന്ന സഹോദരി നവംബർ 22-ാം തീയതിയാണ് അതിൻ്റെ ഷൂട്ടിംഗ് ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്തത്. ആ ഷൂട്ടിങ്ങിന് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങി അവർ വീട്ടിൽ വന്ന് സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. രാത്രി 3 മണിക്ക് അവരെഴുന്നേറ്റ് കരുണയുടെ ജപമാലയും ചൊല്ലിയിട്ടാണ് കിടന്നത്. എന്നാൽ നേരം വെളുത്ത് തൊട്ടടുത്ത് കിടന്ന ഭർത്താവ് നോക്കുമ്പോൾ ഭാര്യ മരിച്ചു കിടക്കുകയാണ്. ആ പ്രാർത്ഥിച്ച് കിടന്ന ആ കിടപ്പിൽ ദൈവം ആ സഹോദരിയെ തിരിച്ചു വിളിച്ചു. എങ്കിലും ആ സഹോദരി മരിച്ചുവെങ്കിലും നമ്മൾ ആ പ്രോഗ്രാമുകൾ അന്ന് ചെയ്തിരുന്നു. ആ സഹോദരിയെക്കുറിച്ചൊക്കെയുള്ള വിവരണങ്ങൾ ഉണ്ടായിരുന്നു. ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഓർത്ത് നോക്കുക, രാത്രി 3 മണിക്ക് ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്നതാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ ഭാര്യയെ വിളിച്ചിരിക്കുന്നു ദൈവം. എത്രയോ ക്ഷണികമാണ് ജീവിതമെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഈ ക്ഷണികതയെക്കുറിച്ചുള്ള തിരിച്ചറിവ് ജീവിതത്തിലെ ഓരോ അവസരവും നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കാനുള്ള ശക്തി നമുക്ക് നൽകും. അത് മരിക്കുമെന്നുള്ള ചിന്ത നമ്മളെ തളർത്തുകയല്ല ചെയ്യുന്നത്, ഭയപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് എപ്പോൾ വേണമെങ്കിലും ദൈവം എന്നെ തിരിച്ചു വിളിക്കാമെന്നതുകൊണ്ട് എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ദിവസം എനിക്ക് ഉഴപ്പിക്കളയാൻ പറ്റുകയില്ല. എനിക്ക് ഉഴപ്പാൻ നേരമില്ല, അലസത പിടിച്ച് ജീവിക്കാൻ നേരമില്ല. കാരണം നാളെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, നാളെ എനിക്ക് നന്മ ചെയ്യാൻ പറ്റുമോ, നാളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുമോ, നാളെ തമ്പുരാന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇന്ന് മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഈ നിമിഷം മാത്രമാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഓരോ നിമിഷത്തിലും ജീവിക്കാൻ, ഓരോ നിമിഷവും ദൈവത്തോട് ചേർന്ന് ജീവിക്കാനുള്ള ഒരു വലിയ ശക്തി മരണത്തെക്കുറിച്ചുള്ള ആ ഒരു ബോധ്യം നമുക്ക് നൽകും. നമുക്കറിയാം, മരിച്ചതിന് ശേഷം മരണത്തെക്കുറിച്ച് വചനം ഇങ്ങനെ പറയുന്നുണ്ട്. ഹെബ്രായരുടെ ലേഖനത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. സഭാപ്രസംഗി 12:7 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും, ആത്മാവ് തൻ്റെ ദാതാവായ ദൈവത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. അങ്ങനെ ഏത് സമയത്ത് എവിടെ നിന്ന് നമ്മുടെ ആത്മാവിനെ ദൈവം തിരിച്ചു വിളിച്ചാലും നമ്മൾ ആ സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആവഹിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ ദൈവം കാണുന്നത് പോലെ കാണുന്ന ആ നിമിഷത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ആത്മാവ് വെളിപ്പെടുന്ന ആ സമയത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മുഖംമൂടികളുണ്ട്. നമ്മൾ സമൂഹത്തിലും മാന്യരായി ജീവിച്ചുകൊണ്ട് ഏറ്റവും മ്ലേച്ഛമായ ഒരു സ്വകാര്യ ജീവിതം നമുക്ക് നയിക്കാൻ പറ്റും. സമൂഹത്തെ നമുക്ക് വഞ്ചിക്കാൻ പറ്റും, ജീവിത പങ്കാളിയെ നമുക്ക് വഞ്ചിക്കാൻ പറ്റും, മാതാപിതാക്കളെ നമുക്ക് പറ്റിക്കാൻ പറ്റും, സഹോദരങ്ങളെയും സഭയെയും സർക്കാരിനെയും ഒക്കെ പറ്റിക്കാൻ പറ്റും. എന്നാൽ എല്ലാ മുഖംമൂടികളും പിച്ചി ചീന്തപ്പെടുന്ന തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുന്ന ആ സമയത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. എല്ലാ സ്വയം ന്യായീകരണങ്ങളും അവിടെ പോകും. വാക് സാമർഥ്യമുള്ളവർക്ക് തൻ്റെ പ്രവർത്തനങ്ങളെ എങ്ങനെ വേണമെങ്കിലും ന്യായീകരിച്ച് രക്ഷപ്പെടാം. പക്ഷെ തമ്പുരാന്റെ സന്നിധിയിൽ ഒരു ന്യായീകരണത്തിനും വിലയില്ല. ന്യായീകരിക്കാൻ നമുക്ക് ശക്തി ഉണ്ടാകുകയില്ല. നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ചിന്തകളും വികാരങ്ങളും നമ്മുടെ സ്വകാര്യ ജീവിതവും മുഴുവൻ അനാവൃതമാക്കപ്പെടുന്ന ആ നിമിഷങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം. അപ്പോൾ നമുക്ക് പാപം ചെയ്യാൻ ധൈര്യമുണ്ടാകുകയില്ല. അപ്പം നമ്മൾ മരണത്തെ ധ്യാനിക്കണം. ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന വിധിയുടെ ദിവസത്തെ തനത് വിധിയെ നമ്മൾ ധ്യാനിക്കണം. അത് നമ്മുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങളുണ്ടാകും. കാഴ്ചപ്പാടിലും പെരുമാറ്റ ശൈലിയിലുമെല്ലാം മാറ്റങ്ങളുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് അത് നമ്മളെ കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെ ദൈവസന്നിധിയിലേക്ക് ഏത് സമയവും വിളിക്കപ്പെടുമ്പോൾ ലോകത്തിൽ ഒരുപാട് നേട്ടങ്ങളുടെ പേരിൽ സംതൃപ്തി അടഞ്ഞുന്ന നീ അവിടെ നിന്റെ ജീവിതത്തെ ഓർത്ത് ലജ്ജിക്കാൻ ഇടവരരുത്. മനുഷ്യ, നീ ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്ത് ഫലം എന്നുള്ള വചനം നമ്മൾ തിരിച്ചറിയണം. ഒരുപാട് അധ്വാനിച്ച് ഒരുപാട് നേടി, പക്ഷേ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് മരണം നമ്മളെ കൊണ്ടുപോകരുത്. നിത്യത നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിൽ നമ്മൾ ജീവിക്കരുത്.
അപ്പോൾ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചുള്ള ആ ഒരു ചിന്ത നമുക്കുണ്ടാകണം. കാലിഫോർണിയയിലെ അതിസമ്പന്നനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു ചെറു വിമാനമുണ്ടായിരുന്നു. ഈ വിമാനത്തിലാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം സ്വയമായിട്ട് തൻ്റെ ഈ വിമാനം പറപ്പിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നു. ഒരു ദിവസം പെട്ടെന്ന് അതിൻ്റെ യന്ത്ര തകരാറ് മൂലം അത് തൊട്ടടുത്തുള്ള ഒരു എയർപോർട്ടിൽ ഇടിച്ച് ഇറക്കേണ്ടി വന്നു. അങ്ങനെ എയർപോർട്ടിൽ ഇടിച്ചിറങ്ങി ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഇതൊരു അഗ്നിഗോളമായി പടർന്നു മാറി. വിമാനം കത്തിച്ചാമ്പലായിപ്പോയി. അത്ഭുതകരമായി ഈ മനുഷ്യന് ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു. നിമിഷങ്ങളുടെ വ്യത്യാസം കൊണ്ട് അദ്ദേഹം മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അപ്പോൾ ആർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം വിമാനം ഇടിച്ചിറങ്ങി ഏതാനും നിമിഷം കൊണ്ട് അത് ആളിക്കത്തി ഒരു അഗ്നിഗോളമായിട്ട് മാറി. അപ്പോൾ അത് ഓടിച്ചേരുന്ന മനുഷ്യൻ മരിച്ചു കാണുമെന്ന് വിചാരിച്ചു. പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ ഒരു പ്രാദേശിക പത്രത്തിൻ്റെ ലേഖകൻ ഈ മനുഷ്യനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഇങ്ങനെ, മരണം ഞങ്ങളുടെ മുമ്പിൽ കണ്ട നിമിഷത്തിൽ ഇനി രക്ഷപ്പെടാൻ സാധ്യതയില്ല, നിങ്ങളുടെ ജീവിതം ഇവിടെ അവസാനിച്ചു എന്ന് ആ തോന്നിയ നിമിഷങ്ങളിൽ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയ ചിന്ത എന്തായിരുന്നു എന്ന്. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഇനി ജീവിക്കാൻ അവസരമില്ല, ഞാൻ മരിക്കാൻ പോകുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങളിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ദുഃഖം ഇതായിരുന്നു. എനിക്ക് വേണ്ടി കഷ്ടപ്പെടുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്ത വ്യക്തികളോടൊന്നും ഞാൻ ആവശ്യത്തിന് സ്നേഹം തിരിച്ചു കൊടുത്തിട്ടില്ലല്ലോ, അവരോടൊന്നും ഞാൻ നന്ദി പ്രകാശിപ്പിച്ചിട്ടില്ലല്ലോ, ഇനി എനിക്ക് അവരെ സ്നേഹിക്കാനും നന്ദി പറയാനും അവസരങ്ങളില്ലല്ലോ എന്ന ദുഃഖമാണ് എനിക്ക് ആ സമയത്ത് ഉണ്ടായത് എന്ന് ആ മനുഷ്യൻ പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പല വ്യക്തികളും ജീവിത പങ്കാളി മരിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ നന്മയെക്കുറിച്ച് പറഞ്ഞു കേൾക്കാറുണ്ട്. എന്നും ഭാര്യയെ ഉപദ്രവിക്കുന്ന, ശാരീരികമായി പീഡിപ്പിക്കുന്ന ഒരു ഭർത്താവ്. ഞാൻ ധരിച്ചു അദ്ദേഹത്തിന് ഭാര്യയെ ഒട്ടും ഇഷ്ടമില്ല എന്ന്. കാരണം എന്നും കലഹമാണ് കുടുംബത്തിൽ. അപ്പോൾ എന്നും ശാരീരികമായി പീഡനമേറ്റ് കരഞ്ഞാണ് ഈ സ്ത്രീ കിടന്നുറങ്ങാറുള്ളത്. എപ്പോഴും മദ്യത്തിൽ ജീവിക്കുന്നൊരു മനുഷ്യൻ. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു. ഭാര്യ മരിച്ചതോടുകൂടി ഇദ്ദേഹം വളരെ ഗ്ലൂമി ആയിട്ട് മാറി. അദ്ദേഹം ഓരോ ദിവസം ചെല്ലുന്തോറും ഇങ്ങനെ മെലിയാൻ തുടങ്ങി. ആരോടും മിണ്ടുന്നില്ല, അങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇദ്ദേഹത്തോട് സംസാരിക്കാനിടയായി. അപ്പോൾ അദ്ദേഹത്തോട് വിഷമങ്ങൾ ചോദിച്ചപ്പോൾ പറയുകയാണ്, അവൾ ഒത്തിരി നല്ലവളായിരുന്നു, ഞാൻ അവൾക്ക് ഒരിക്കലും സമാധാനം കൊടുത്തില്ല, അത് ഓർക്കുമ്പോഴേ എനിക്ക് സങ്കടമാണെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ കരയുക. മരിക്കുന്നതുവരെ എന്നും ഇടി കൊടുത്തിരുന്ന ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ പറയുകയാണ് അവൾ നല്ലവളായിരുന്നുവെന്ന്, ഞാൻ അവൾക്ക് ഒരിക്കലും സമാധാനം കൊടുത്തിരുന്നില്ല എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ വിഷമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കാനുള്ള ദിവസമെന്ന് പറയുന്നത് ഇന്നാണ്. നന്ദി പറയാനുള്ള ദിവസമെന്ന് പറയുന്നത് ഇന്നാണ്. നാളെ നമുക്ക് അത് കിട്ടണമെന്നില്ല. റഷ്യയിൽ പ്രഭു പദവി ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ലിയോ ടോൾസ്റ്റോയ്. വിശ്വപ്രസിദ്ധനായ സാഹിത്യകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൽ അദ്ദേഹത്തിന് സ്വസ്ഥത ഉണ്ടായിരുന്നില്ല. എപ്പോഴും കുറ്റപ്പെടുത്തുന്ന, എപ്പോഴും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ഭാര്യ. ഒരു ദിവസം പാതിരാത്രിയിൽ വീട്ടിൽ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയാതെ ഭാര്യയുടെ ശകാരവാക്കുകളും കുറ്റപ്പെടുത്തലുകളും കേട്ട് ആ മനുഷ്യൻ മനസ്സ് തകർന്ന് മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ വാതിൽ തുറന്ന് എങ്ങോട്ടെന്നില്ലാതെ നടന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ സിമന്റ് ബെഞ്ചിൽ ഈ മനുഷ്യൻ മരിച്ച് തണുത്തുറഞ്ഞ് കിടക്കുന്നത് ആളുകൾ കാണാനിടയായി. നാളുകൾ കഴിഞ്ഞു. ഒരു ദിവസം ടോൾസ്റ്റോയുടെ ഭാര്യ തൻ്റെ പെൺമക്കളെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ അപ്പനെ കൊന്നത് ഞാനാണെന്ന്. ആ പെൺമക്കളൊന്നും മിണ്ടിയില്ല. അവർക്കറിയാം അമ്മ പറഞ്ഞത് ശരിയാണെന്ന്. അമ്മ കത്തി കൊണ്ടോ തോക്കുകൊണ്ടോ അല്ല ഭർത്താവിനെ കൊന്നത്, മറിച്ച് നാക്കുകൊണ്ടാണ്. ആ മനുഷ്യൻ്റെ ഹൃദയം തകർത്ത് ആ മനുഷ്യൻ ആ രാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട വന്നു. ജീവിതകാലം മുഴുവനും ആ ഭാര്യ വിലാപത്തിൽ ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, ജീവിതം ഒരു വേസ്റ്റായിപ്പോയി. അപ്പോൾ മരിക്കാൻ വേണ്ടി നോക്കിയിരിക്കരുത് സ്നേഹിക്കാൻ. മരിക്കാൻ വേണ്ടി നോക്കിയിരിക്കരുത് ജീവിതത്തിൽ ആത്മപരിശോധന നടത്താൻ. ഇന്നത്തെ ദിവസം ദൈവം തിരിച്ചുപോക്കിന് വേണ്ടി തരുന്ന ദിവസമാണ്. നാളെ ഇനിയും ഇതിനുള്ളൊരു അവസരം കിട്ടണമെന്ന് നിർബന്ധമില്ല.
ഇനിയും ഒരു ശാലോം ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഉറപ്പില്ല. ഒരുപക്ഷെ നിന്റെ ജീവിതത്തോട് ദൈവം അവസാനമായി സംസാരിക്കാനായിട്ട് നിന്നെ വിളിച്ചു ചേർത്തിരിക്കുന്നതായിരിക്കാം ഇത്. അനേക നാളുകളിൽ നീ അനേക വചനവേദികളിൽ നിന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് നീ അവഗണിച്ചു പോയിട്ടുണ്ടാകാം. ഇന്ന് നിന്റെ മാനസാന്തരത്തിൻ്റെ ദിവസമാണ്. ഇന്ന് നീ തിരിച്ചു വരേണ്ട ദിവസമാണ്. ഇന്ന് നിന്റെ ദൈവം നിന്നെ അവസാനമായി തിരിച്ചു വിളിക്കുന്ന ദിവസമായിരിക്കാം. അതുകൊണ്ട് നിന്റെ ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ ഒരു മാറ്റം വരുത്തണം. നിനക്ക് ദൈവം തന്നിരിക്കുന്ന ദാനമാണ് ഈ ദിവസങ്ങൾ. ഇത് വഴക്ക് കൂടിക്കളയാനുള്ളതല്ല. ഇത് വാശി പിടിക്കാനും മത്സരിക്കാനുമുള്ളതല്ല. ഇത് പാപത്തിൻ്റെ സുഖം തേടാനുള്ളതല്ല. ഇത് പണമുണ്ടാക്കാൻ വേണ്ടിയുള്ള ജീവിതമല്ല. ഇത് പ്രതാപത്തിന് വേണ്ടിയുള്ള ജീവിതമല്ല. മറിച്ച് നിന്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ട ജീവിതമാണിത്. അതുകൊണ്ട് നാളെ നിനക്ക് അവസരമുണ്ടാകണമെന്നില്ല. മരണത്തെ ധ്യാനിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാനായിട്ട് നമ്മൾ തിരിച്ചറിയണം. അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ കളപ്പുരകൾ പുതുക്കി പണിയുന്നതിനെക്കുറിച്ച്, നമ്മുടെ ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച്, നമ്മുടെ ആസ്തി വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. 90 വയസ്സായാലും 80 വയസ്സായാലും പിന്നെ എങ്ങനെ 10 വർഷം കൂടെ ജീവിക്കാമെന്ന് ആണ് ആളുകൾ ചിന്തിക്കുന്നത്. മരിച്ച കർത്താവിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ആഗ്രഹം നമുക്കില്ല. കാരണം എന്താണ്? നിത്യതയെക്കുറിച്ചുള്ള ബോധ്യം നമുക്കില്ല. നമ്മളെന്നും ജഡീക മനുഷ്യരാ. അതുകൊണ്ട് ഇന്നും ജഡത്തിൻ്റെതായ പ്രശ്നങ്ങളിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുക. വാർദ്ധക്യത്തിലേക്ക് വളരുന്തോറും സ്വർഗത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. വാർദ്ധക്യത്തിലേക്ക് വളരുന്തോറും നമ്മൾ മക്കളെക്കുറിച്ച് ആകുലപ്പെട്ട് നിരാശപ്പെടുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് നമ്മൾ കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ മക്കൾക്ക് അനുഗ്രഹമായിട്ട് മാറുന്ന അനുഭവം ഉണ്ടാകും. ദൈവം നമുക്ക് വാർദ്ധക്യം തരുന്നത് എന്തിനു വേണ്ടിയാണ്? മക്കൾക്കും ലോകത്തിനും അനുഗ്രഹമാകാൻ വേണ്ടിയാണ്. നല്ല കാലത്ത് നമ്മൾ ശരീരം കൊണ്ട് അധ്വാനിക്കും, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി. കാലങ്ങൾ കഴിയുമ്പോൾ ശാരീരികമായി അധ്വാനിക്കാനുള്ള ശേഷി കുറയുന്നുണ്ട്. പ്രായം കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ദൈവം നമുക്ക് ജീവിതം തരുന്നത് എന്തിനാണ്? നല്ല കാലത്ത് ഒരുപക്ഷെ വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നീ കുടുംബത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. നിന്റെ ജീവിതം മുഴുവൻ ഒരു പ്രാർത്ഥനയായിട്ട് മാറണം. വാർദ്ധക്യത്തിലേക്ക് പോകുന്തോറും കൂടുതൽ സമ്പാദിക്കാനും കൂടുതൽ മറ്റു മാനുഷികമായ നേട്ടങ്ങൾക്കും വേണ്ടി ഓടി നടക്കാതെ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കണം. കൂടുതൽ തമ്പുരാൻ്റെ കൂടി ആയിരിക്കണം. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിരന്തരം നിങ്ങൾ പ്രാർത്ഥിക്കുക. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ലോകത്തിൽ ഇന്ന് പ്രാർത്ഥനയുടെ മനുഷ്യരെയാണ് കൂടുതലായിട്ട് ആവശ്യമുള്ളത്. പ്രവർത്തിക്കാൻ ഒരുപാട് ആളുകളുണ്ടെന്ന്, പക്ഷേ പ്രാർത്ഥിക്കാൻ ആളുകൾ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വാർദ്ധക്യത്തിൽ എത്തിയിട്ടും ദൈവം ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ആയുസ്സാണ്. പ്രാർത്ഥിച്ച് ജീവിതത്തെ, ലോകത്തെ ഒരനുഗ്രഹമാക്കി മാറ്റണം. കുഞ്ഞുങ്ങളെ ഒരനുഗ്രഹമാക്കി മാറ്റണം. വരും തലമുറകൾക്ക് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറണം. അതിന് ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമയം ചിലവഴിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കണം, നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയാൽ ആരും അനുഗ്രഹിക്കപ്പെടുകയില്ല. അപ്പം നമ്മുടെ ജീവിതവും ദൈവവുമായി രമ്യതയിലാണെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അവകാശം നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പം ഞാൻ മന്ത്രിയുടെ അടുത്ത് ഒരു കാര്യത്തിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി ഒരാൾ ശുപാർശയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ ആരെ വിളിക്കുക? ആ മന്ത്രിയുമായിട്ട് പരിചയമുള്ള മന്ത്രിയുടെ പാർട്ടിയിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. കാരണം മന്ത്രിയുമായിട്ട് പരിചയവും ബന്ധമില്ലാത്ത ഒരാൾക്ക് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ? അപ്പം ദൈവത്തിൻ്റെ മുമ്പിൽ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തണമെങ്കിൽ ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധം ശരിയാകണം. അപ്പം ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ തകരാറുണ്ടെങ്കിൽ, അവിടെ തകർന്നു കിടക്കുന്നുണ്ടെങ്കിൽ ലോകത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. സഭയ്ക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഒരു അനുഗ്രഹമായി രൂപാന്തരപ്പെടുകയില്ല. അപ്പോൾ ആദ്യം എൻ്റെ ജീവിതവും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ തകരാറുകളുണ്ടെങ്കിൽ ആ തകർച്ചകളെ എടുത്തു നീക്കുവാൻ ആദ്യം നമ്മൾ പരിശ്രമിക്കണം. ദൈവവുമായുള്ള ആഴമായ ബന്ധത്തിലേക്ക് വരുമ്പോഴാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് അഭിഷേകം കിട്ടുക. ആ പ്രാർത്ഥനയാണ് അനുഗ്രഹമായി നമ്മുടെ സമൂഹത്തിലേക്കും കുടുംബത്തിലേക്കും കടന്നു വരിക. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അപ്പോൾ ദൈവം വാർദ്ധക്യത്തിലേക്ക് നമ്മൾ വളരും തോറും ഈ തിരിച്ചറിവുണ്ടാകണം. എൻ്റെ നല്ല പ്രായം കവിഞ്ഞു എന്നല്ല ചിന്തിക്കേണ്ട, മറിച്ച് എൻ്റെ പ്രാർത്ഥനയുടെ കാലഘട്ടത്തിലേക്ക് ഞാൻ ജനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാ കാരണവന്മാരും ശ്രദ്ധിക്കണം. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ പിള്ളേരൊക്കെ വളർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ദൗത്യം പ്രാർത്ഥനയാണ്. അതിനുവേണ്ടിയാണ് ആയുസ് തന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും പിന്നെ ആകുലപ്പെടേണ്ട. മക്കളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. അവർക്ക് വേണ്ടി ഒരുപാട് സമ്പാദിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ വിഷമിക്കേണ്ട. അവരൊരധികം പഠിക്കാത്തതിൻ്റെ പേരിൽ വിഷമിക്കേണ്ട.
മറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം അവരുടെ ജീവിതത്തിൽ കൃപയായിട്ട് പെയ്തിറങ്ങുമെന്നുള്ളത് തീർച്ചയാണ്. ലൂക്കാട് സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 8 മുതൽ വചനങ്ങളിൽ ഫലം തരാത്ത വൃക്ഷത്തെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. ഓരോ വർഷവും അതിൽ ഫലമുണ്ടോ എന്നറിയാൻ വേണ്ടി കൃഷിക്കാരും വന്നു നോക്കി, ഒരു ഫലവുമില്ല. അപ്പോൾ ഒരു ദിവസം യജമാനൻ ഈ ഭൃത്യനെ വിളിച്ചിട്ട് പറയുകയാണ്, കഴിഞ്ഞ 3 വർഷമായി ഞാൻ ഇതിൽ ഫലമുണ്ടോ എന്നറിയാൻ വേണ്ടി വന്നു നോക്കുന്നു, ഇതൊരു ഫലവും പുറപ്പെടുവിക്കുന്നില്ല, വെറുതെ സ്ഥലം മെനക്കെടുത്തു, അതുകൊണ്ട് ഈ മരത്തെ വെട്ടി തീയിലിടുക എന്ന് പറഞ്ഞു. അപ്പോൾ ഭൃത്യൻ പറഞ്ഞു, യജമാനനെ, ഈ വർഷം കൂടി അത് നിൽക്കട്ടെ, ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം, ഒരുപക്ഷെ ഇത് ഫലം തന്നേക്കാം, ഇല്ലെങ്കിൽ നീ പിന്നെ അത് വെട്ടിക്കളഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പൊ ദൈവം വെട്ടിക്കളയാൻ ആഗ്രഹിച്ചു, കാരണം ഫലം തരുന്നില്ല. പക്ഷേ ഇതാ കൃഷിക്കാരൻ പറയുന്നു, ഈ വർഷം കൂടി അത് നിൽക്കട്ടെ, ഞാൻ ഒന്നോടെ ചുവട് കിളച്ച് വളമിട്ട് നോക്കട്ടെ. അപ്പൊ ഇവിടെ ഒരുപക്ഷെ ആ അവസാനത്തെ ഒരു വർഷം ദൈവം ഒരു പ്രാവശ്യം കൂടി നിന്റെ ജീവിതത്തെ പരീക്ഷിക്കുക, ഒരു പ്രാവശ്യം കൂടി ദൈവം നിനക്ക് അവസരം തരിക. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവസരങ്ങൾ തന്നിട്ട് നീ ഫലം പുറപ്പെടുവിച്ചില്ല. നന്മയുടെ ഫലം, സ്നേഹത്തിൻ്റെ ഫലം, അരൂപിയുടെ ഫലം നിന്റെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാൻ നിനക്ക് സാധിച്ചില്ല. നീ ഒരുപാട് വെള്ളവും വളവും വലിച്ചെടുത്തിട്ടുണ്ട്. സഭയിൽ നിന്ന് നീ ഒരുപാട് ആത്മീയ ഊർജം ശേഖരിച്ചിട്ടുണ്ട്. നീ സഭയ്ക്ക് തിരിച്ച് എന്താണ് കൊടുത്തതെന്ന് തിരിച്ചു നോക്കുക. നീ എന്തുമാത്രം നിന്റെ കുടുംബത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്, സമൂഹത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്, നീ എന്താണ് തിരിച്ചു കൊടുത്തതെന്ന് ചിന്തിക്കുക. ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ജീവിതമായിരുന്നോ നിൻ്റേത്? ഇല്ലായെങ്കിൽ ദൈവത്തിൻ്റെ വിധി നമ്മൾ ഓർക്കണം, ഈ വർഷം കൂടി അത് നിൽക്കട്ടെ, ഒരവസരം കൂടി നമുക്ക് കൊടുക്കാം, മാനസാന്തരപ്പെടാനായിട്ട്, പാപത്തോട് യാത്ര പറയാനായിട്ട്, നന്മ ചെയ്യാനായിട്ട്, വിശുദ്ധിയിൽ വളരാനായിട്ട്, ദൈവത്തെ സ്നേഹിക്കാനായിട്ട്, സമൂഹത്തിനും കുടുംബത്തിനും ജീവിത പങ്കാളിക്കും നന്മയായി മാറാനായിട്ട് ഒരു വർഷം കൂടി. ആ ഒരു വർഷമാണ് നമ്മുടെ ഈ വർഷമെങ്കിൽ എത്ര ഭയത്തോടും എത്ര വിറയലോടും കൂടി നമ്മൾ ജീവിക്കണമെന്ന് ചിന്തിച്ചു നോക്കുക. ദൈവം ഒരിക്കലും മരണസമയം നേരെ വെളിപ്പെടുത്താത്തതിൻ്റെ കാരണം എന്താ? നമ്മൾ നമ്മൾ മരിക്കുന്ന ദിവസമൊക്കെ നേരത്തെ വെളിപ്പെടുത്തി കിട്ടിയാൽ കാര്യങ്ങൾക്ക് എളുപ്പമായിരിക്കും. പക്ഷെ അത് നമ്മളെ കൂടുതൽ അലസരാക്കി മാറ്റുള്ളൂ. ഉദാഹരണത്തിന് ഒരു 50 വർഷം കഴിഞ്ഞാൽ ഞാൻ ജീവിക്കുന്നെങ്കിൽ എനിക്ക് എങ്ങനെ വേണമെങ്കിലും ഉഴപ്പാം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന നമ്മൾ എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം, എപ്പോഴും ഉണർവുള്ളവരായിരിക്കണം. ഏത് സമയത്തെയും മരണസമയമായി കണ്ടുകൊണ്ട് നമ്മൾ ഉഴപ്പാതെ അലസരാകാതെ ഉണർവുള്ളവരായി ജീവിക്കാൻ വേണ്ടിയാണ് ഈ മരണസമയത്തെ ദൈവം നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? മരണമെന്നുള്ള യാഥാർത്ഥ്യത്തെ തന്നെ അവഗണിച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് നമ്മൾ ഉഴപ്പിപ്പോവുക. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി അതല്ല. അപ്പം നമ്മളെപ്പോഴും ഒരുക്കമുള്ളവരായിട്ട് നമ്മൾ മാറണം. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരായി, മരണത്തിന് വേണ്ടി ഒരുങ്ങി ജീവിക്കുന്നവരായിട്ട് മാറണം. ഏതാനും മാസങ്ങൾക്ക് മുമ്പുള്ള നാഷണൽ ജോഗ്രഫി എന്ന മാസികയിൽ ഒരു ഫോട്ടോ ഫീച്ചർ ഉണ്ടായിരുന്നു പോംബി നഗരത്തെക്കുറിച്ച്. ഈ പോംബി നഗരം തെക്കേ ഇറ്റലിയിലുള്ള ഒരു പുരാതനമായ നഗരമായിരുന്നു. AD 74 വെസൂവിയസ് അഗ്നിപർവ്വതം പൊട്ടി 5 കിലോമീറ്റർ അപ്പുറത്തുള്ള ഈ പർവ്വതത്തിൽ അഗ്നിപർവ്വതം പൊട്ടി അതിന് ലാവ വന്ന് മുഴുവനും മൂടി ഈ പോംബി നഗരം മുഴുവനും ലാവയ്ക്ക് അടിയിലായിപ്പോയി. 5 മീറ്ററോളം മുകളിൽ ലാവ അടിഞ്ഞുകൂടിയിരുന്നു. അപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ലാവയെല്ലാം നീക്കി ഗവേഷണം നടത്തി കഴിഞ്ഞപ്പോൾ അവിടെ ചിന്തിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കാണാൻ സാധിച്ചു. ചില വീടുകളുടെ ഉള്ളിലൊക്കെ സ്വർണവും പണവുമൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അസ്ഥിപഞ്ജരങ്ങൾ കാണാൻ പറ്റി. അപ്പോൾ അഗ്നിപർവ്വതം പൊട്ടി ലാവ ഒഴുകിയപ്പോൾ ആളുകളെല്ലാം ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടി. ചിലർ ആ സമയത്ത് ഓടിയത് വീടിനകത്തേക്ക് ആ സ്വർണവും പണവും ഒക്കെ എടുക്കാനായിട്ട്. അങ്ങനെ അവർ സ്വർണവും പിടിച്ച് പണവും പിടിച്ച് കയ്യിലിരുന്നപ്പോഴേക്കും ലാവ വന്ന് അവരെ മൂടിക്കളഞ്ഞു. അങ്ങനെ സ്വർണം പിടിച്ചുകൊണ്ടിരിക്കുന്ന അസ്ഥിപഞ്ജരങ്ങളെ കാണാൻ സാധിച്ചു. അതിൻ്റെ ഫോട്ടോ അതിനകത്ത് വായിക്കാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഒത്തിരി മനുഷ്യരും ഇതുപോലെയാണ്. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവർ അന്വേഷിക്കുന്നത്, മരണത്തെ സ്വീകരിക്കാനായിട്ടുള്ള ഒരുക്കം അവർക്ക് പലപ്പോഴും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ മരണത്തെ നമ്മൾ എപ്പോൾ ഭയപ്പെടാതെ സ്വാഗതം ചെയ്യാൻ പഠിക്കുന്നു, അപ്പോഴാണ് ശരിക്കുമുള്ള ഒരു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. അപ്പം മരണത്തെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ ഒരു വിശ്വാസിയല്ല. കാരണം മരണത്തെ കീഴടക്കിയ കർത്താവിനെ സ്വന്തമാക്കിയവൻ മരണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല.
അപ്പം നീ മരണത്തെക്കുറിച്ച് പറയാൻ പേടിക്കുന്ന വ്യക്തിയാണ്, നീ മരണത്തെ അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാത്തവനാണ്, നീ എങ്ങനെയും നിൻ്റെ ആയുസ് നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്, മരണത്തെ നീ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ നീ യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടില്ല, കർത്താവുമായുള്ള ഒരു ഐക്യപ്പെടലിലേക്ക് നീ കടന്നു വന്നിട്ടില്ല. കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിശുദ്ധരൊക്കെ മരണത്തെ സ്വാഗതം ചെയ്യുന്നവരായിരുന്നു. വിശുദ്ധ ജെറോം പറഞ്ഞു, മരണമേ എൻ്റെ സഹോദരി, നീ എനിക്ക് വാതിൽ തുറന്നു തന്നില്ലെങ്കിൽ എനിക്കെങ്ങനെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും? മരണമേ സഹോദരി, നീ എത്രയും പെട്ടെന്ന് വാതിലൊന്ന് തുറന്നു താട്ടെ. എൻ്റെ കർത്താവിനെ എനിക്ക് കാണാൻ, എൻ്റെ കർത്താവിൻ്റെ സന്നിൽ ജീവിക്കാൻ അത്രയും കൊതിയാണ് മരണത്തിലൂടെ നിത്യതയിലേക്ക് കടന്നു പോകാനായിട്ട്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഇംബ്ര സഹോദരി മരണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് മരണത്തെ സ്വീകരിക്കുന്നത്. വിശുദ്ധ കൊച്ച്രേസി എന്താ പറഞ്ഞത്? എനിക്ക് അങ്ങയെ കാണണം, അതിനായി മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മരിക്കുകയല്ല, ജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. എനിക്ക് അങ്ങയെ കാണണം, അതുകൊണ്ട് ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം തമ്പുരാനോട് ഒന്നിച്ചായിരിക്കാനുള്ള നിത്യതയ്ക്ക് വേണ്ടിയുള്ള, അനശ്വരതയ്ക്ക് വേണ്ടിയുള്ള അദമ്യമായ ആഗ്രഹം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ മരണം നമുക്കൊരു പ്രശ്നമല്ല. മരണത്തെ നമ്മൾ ഭയപ്പെടുകയില്ല. മരണത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് പോലും ദൈവത്തിന് സാക്ഷിയായിട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടു, ആദിമ ക്രൈസ്തവ സമൂഹം മരണത്തിൻ്റെ മുമ്പിൽ നിർഭയരായിരുന്നു. മരണം കൊണ്ടുപോലും പീഡനം കൊണ്ടുപോലും അവരെ ഭയപ്പെടുത്താൻ അധികാരികൾക്ക് സാധിച്ചില്ല. കാരണം അവർക്കറിയാം, ഈ മരണം കഴിയുമ്പോൾ അവർക്ക് കിട്ടാൻ പോകുന്നത് നിത്യമായ സൗഭാഗ്യമാണ്, കർത്താവിനെ തന്നെയാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് മരണം അവർക്ക് നിസാരമായിരുന്നു. നമ്മളും ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരണം. ഏത് നിമിഷങ്ങളിലും ദൈവം നമ്മളെ തിരിച്ചു വിളിക്കുമെന്നുള്ള ആ തിരിച്ചറിവിലൂടെ നമ്മൾ ജീവിക്കണം. നമുക്കറിയാം, സുനാമി കടന്നു വന്നപ്പോൾ ഒരൊറ്റ നിമിഷം കൊണ്ട് എന്തുമാത്രം ജീവിതങ്ങളാണ് ഈ ലോകത്തോട് യാത്ര പറയാനിടയായി തീർന്നത്. അവരാരും ചിന്തിച്ചിരുന്ന എന്തെല്ലാം സ്വപ്നങ്ങളുമായിട്ട് ജീവിച്ച മനുഷ്യരാ ആ സുനാമിയിലൂടെ നഷ്ടപ്പെട്ടവരെന്ന് ചിന്തിച്ച് നോക്കുക. ഒരുപക്ഷെ നിങ്ങൾ കാഞ്ഞിരപ്പള്ളിക്കാർക്ക് ഒരു ധൈര്യം ഉണ്ടാകുക, എത്ര വലിയ സുനാമി വന്നാലും ഇങ്ങോട്ടൊന്നും നിൽക്കുകയില്ല എന്ന്. പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്കുക, ഈ ഭൂമി ഒന്ന് കുലുങ്ങിയാൽ പോരെ. അപ്പോൾ ഒരു സുരക്ഷിതത്വം നമ്മളെ ലോകത്തിൽ കാണണ്ട, കർത്താവ് നൽകുന്ന സുരക്ഷിതത്വം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കണം, നമ്മൾ വിചാരിക്കുന്ന എന്താണ്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തിട്ട് ജീവിതത്തോട് യാത്ര പറയാം. ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുണ്ട്, അങ്ങനെ സ്വപ്നങ്ങളുണ്ട്, ചില പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാനുണ്ട്. പക്ഷേ ഇതൊക്കെ യാഥാർത്ഥ്യമാക്കാൻ പറ്റുമെന്ന് ഒരുറപ്പുമില്ല. നിങ്ങൾ മോശയുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. മോശയെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത് വിളിച്ചു. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് 40 വർഷം, ഒന്നോർക്കണം, 400 വർഷം അടിമകളായി ജീവിച്ച അസംഘടിതരായ മനുഷ്യരെ, ഒരു ഫോർമേഷനും കിട്ടിയിട്ടില്ല, വെറും നാടൻ മനുഷ്യർ, അവരുടെ ഈ യാതൊരു അടുക്കും ചിട്ടയുമില്ലാത്ത ജീവിതത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് 40 വർഷം മരുഭൂമിയിൽ കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞ ചില്ലറ പണിയൊന്നുമല്ല. അങ്ങനെ കഷ്ടപ്പെട്ട് ഇവരെല്ലാം കൊണ്ടുവന്ന് നയിച്ചതാണ്. എന്തിനു വേണ്ടിയാ? വാഗ്ദാന ദേശത്തേക്ക് ഇവരെ കൊണ്ടുവരാൻ. പക്ഷേ മോശയ്ക്ക് സാധിച്ചില്ല. മോവാബ് ദേശത്തെത്തിയപ്പോൾ കർത്താവ് പറഞ്ഞു, ദാ ഞാൻ ഈ ജനത്തിന് നൽകാൻ പോകുന്ന ദേശം നിന്നെ കാണിച്ചു തരാൻ. ദൂരെ നിന്ന് നെബോ മലയിൽ കയറി നീ ഈ വാഗ്ദാന ദേശം കണ്ടോ, നീ അവിടെ പ്രവേശിക്കുകയില്ല, നിന്നെ ഞാൻ ഇവിടെ വെച്ച് തിരിച്ചു വിളിക്കുകയാണ്. സാമാന്യ ബുദ്ധിയിൽ നോക്കിയാൽ ഈ വാഗ്ദാന ദേശത്തിൻ്റെ, കനാൻ ദേശത്തിൻ്റെ തൊട്ടടുത്ത് വരെ എത്തി. എന്നാൽ പിന്നെ ഈ മനുഷ്യൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ മനുഷ്യരെയും കൊണ്ട് നടന്നതല്ലേ, ആ വാഗ്ദാന ദേശത്തൊന്ന് പോയി 4 ദിവസം സുഖമായിട്ട് ജീവിച്ചിട്ട് എന്നിട്ടങ്ങ് വിളിച്ചാൽ പോരെ എന്ന് ദൈവം തമ്പുരാൻ ചിന്തിച്ചില്ല. മറിച്ച് മോശയെ ദൈവം തൻ്റെ ദൗത്യത്തിൻ്റെ ആ പൂർത്തീകരണത്തിന് മുമ്പായി തന്നെ തിരിച്ചു വിളിക്കുകയാണ് നെബോ മലയിൽ വെച്ച്. ജോഷുവ വഴിയാണ് വീണ്ടും കനാൻ ദേശം കൈയടക്കുന്നത്. പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് തിരിച്ചു വിളി. എനിക്ക് അത് ഓർക്കുമ്പോൾ ഒരു വേദന തോന്നാറുണ്ട്. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഈ മനുഷ്യൻ ഇതെല്ലാം ചെയ്തിട്ട് ഒരു ഏതാനും ദിവസം കൂടി മതി അങ്ങോട്ടേക്കൊന്ന് കടക്കാൻ. അവിടെ ഒന്ന് കണ്ട് സംതൃപ്തി അടിയാൻ എന്തുകൊണ്ട് ദൈവം അനുവദിച്ചില്ല? അപ്പം ദൈവത്തിന് എപ്പോൾ വേണമെങ്കിലും നമ്മളെ തിരിച്ചു വിളിക്കാം. എൻ്റെ ദൗത്യങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതിൻ്റെ മുമ്പ് ദൈവം എന്നെ വിളിക്കുകയില്ല എന്ന് ചിന്തിക്കുക. എവിടെ വേണമെങ്കിലും വെച്ച് ദൈവം നമ്മളെ തിരിച്ചു വിളിക്കാം. ഈ തിരിച്ചു വിളിക്കുക. പക്ഷെ മോശ ഒരു പരാതിയും പറഞ്ഞില്ല. അതാണ് മോശയുടെ ആ മനസ്സിൻ്റെ പ്രത്യേകത. ഒരു സങ്കടവും പറഞ്ഞില്ല. ഞാൻ നിന്നെ ഒത്തിരി സ്വപ്നം കണ്ടുകൊണ്ട് ഈ ജനത്തിന് മുഴുവൻ സ്വപ്നം കൊടുത്ത് ഈ ദേശത്തെക്കുറിച്ച് പറഞ്ഞ് വർഷങ്ങളായി കാത്തിരുന്ന് കാണാത്തൊരു ദേശമാണെന്ന് ഓർക്കണം. എന്നിട്ടും ദൈവം വിളിച്ചപ്പോൾ മോശ യേശു പറഞ്ഞു, ഒരു പരാതിയും പരിഭവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദൈവം വിളിക്കുമ്പോൾ പോകാൻ നമ്മൾ റെഡിയാകണം. അതിനുവേണ്ടി നമ്മൾ ഈ ലോകത്തോടുള്ള അമിതമായ ചില പിടുത്തങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണം. എല്ലാം നല്ലതാണ്, പക്ഷെ ഒന്നും നമ്മളെ ബന്ധിക്കാനായിട്ട് നമ്മൾ എപ്പോൾ വിളിച്ചാലും പോകത്തക്ക രീതിയിൽ നമ്മൾ ഫ്രീ ആയിരിക്കണം.
അതുകൊണ്ട് നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയും കെട്ടിയിട്ടിരിക്കുന്നത് ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടുള്ളതെല്ലാം നമ്മൾ ഇന്ന് അഴിച്ചു കളയണം. എപ്പോൾ വിളിച്ചാലും വിളി കേൾക്കാൻ തയ്യാറുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. ഹെൻറി 8-ാമൻ ചക്രവർത്തി ഇംഗ്ലണ്ടിലെ സഭയ്ക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. മാർപ്പാപ്പായിൽ നിന്നുള്ള വിധേയത്വം ഉപേക്ഷിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിലെ സഭയുടെ തലവൻ താൻ തന്നെയാണെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ സഭയുടെ തലവനായി ഹെൻറി 8-ാമൻ ചക്രവർത്തിയെ ചാൻസലറായിരുന്ന തോമസ് മൂർ അംഗീകരിച്ചില്ല. അതുകൊണ്ട് തോമസ് മൂർ ജയിലിലടയ്ക്കപ്പെട്ടു. ഈ സമയത്ത് പലരും വന്ന് ഇദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ രാജാവ് നൽകി, അങ്ങനെ മറ്റു പലരും നൽകിയെങ്കിലും അദ്ദേഹം ജയിലിൽ കിടക്കാനാണ് തീരുമാനിച്ച്. എന്നാലും ശരി, സഭയുടെ അധിപനാണ് രാജാവെന്ന് അംഗീകരിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തോമസ് മൂറിൻ്റെ ഭാര്യ ജയിലിൽ സന്ദർശിക്കാനെത്തി. എന്നിട്ട് പറഞ്ഞത്, ഒത്തിരി അച്ഛന്മാരും മെത്രാന്മാരും എല്ലാം രാജാവിന് വിധേയത്വം പ്രഖ്യാപിച്ച് അവർ സുഖമായിട്ട് ജീവിക്കുന്നു, നിങ്ങൾ മാത്രം എന്തിനാ ഈ ജയിലിൽ മൂട്ടയും കടിയും കൊണ്ട് ഇങ്ങനെ കിടക്കുന്നത്? നിങ്ങൾ രാജാവിനെ അംഗീകരിച്ചിട്ട് വീട്ടിൽ വന്ന് സുഖമായിട്ട് ജീവിക്കാൻ പാടില്ല എന്ന് ചോദിച്ചു. അപ്പോൾ തോമസ് മൂർ ഭാര്യയോട് ചോദിച്ചു, നമ്മുടെ വീട് ഈ ജയിലിനേക്കാൾ സ്വർഗത്തിൻ്റെ അടുത്താണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്ന്. ഭാര്യയുടെ പ്രേരണയ്ക്ക് വശംവദനാകാതെ ആ മൂട്ടയും ആ കടിയും എല്ലാം കൊണ്ട് അവിടെ കിടന്ന് ആ മനുഷ്യൻ മരിച്ചു. കാരണം സ്വർഗത്തെക്കുറിച്ചൊരു ബോധ്യമുണ്ടായിരുന്നു. മരണത്തിലൂടെ തൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല എന്നുള്ള ബോധ്യമുണ്ടായിരുന്നു. മരണത്തെ അദ്ദേഹം പേടിച്ചില്ല. അതുകൊണ്ട് ആർക്കും അദ്ദേഹത്തെ പ്രേരിപ്പിക്കുവാനോ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനോ സാധിച്ചില്ല. അപ്പോൾ നിത്യതയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുമുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ വളരണം. നമ്മൾ സ്വർഗം, നരകം, വിധി, തനത് വിധി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണെന്ന് പലർക്കും ബോധ്യമില്ല. ഇതൊക്കെ ഇങ്ങനെ വേദപാഠ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ മാത്രം, ജീവിതത്തിലെ ഒരു യാഥാർത്ഥ്യമായിട്ട് തിരിച്ചറിയുന്നില്ല. നമ്മളതുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്നില്ല. ഈ ലോകത്തിന് വേണ്ടി മാത്രം ജീവിച്ച് ഈ ലോകത്തിലെ പ്രശ്നങ്ങളിൽ കുടുങ്ങി ഈ ലോകത്തിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിന് വേണ്ടി മാത്രമുള്ള ഒരു മാധ്യമമായി നമ്മൾ പ്രാർത്ഥനയെ കണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ തേജസ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിനൊരു അവസാനം വേണം. ഇന്നു മുതൽ സ്വർഗത്തിന് വേണ്ടി ജീവിക്കണം. എനിക്ക് സ്വർഗം വേണം, എൻ്റെ കർത്താവിനോടെന്ന് വെച്ചാൽ നിത്യതയിൽ എനിക്ക് ജീവിക്കണം, മറ്റൊന്നും എനിക്ക് പ്രധാനപ്പെട്ടതല്ല, ഇത് കഴിഞ്ഞേ ഉള്ളൂ. ഈ ഒരു തിരിച്ചറിവുണ്ടാകണം. ഈ തിരിച്ചറിവ് വരുമ്പോൾ പാപത്തിൻ്റെ മോഹിപ്പിക്കുന്ന ആസക്തികൾ നിങ്ങൾ ഇന്ന് തനിയെ വിട്ടുപോകും. ലോകത്തിൻ്റെ പ്രേരണകളെ നിങ്ങൾ അതിജീവിക്കുവാൻ സാധിക്കും. വിശുദ്ധിയിൽ ജീവിക്കാനുള്ള വലിയൊരു ശക്തി ഈ തിരിച്ചറിവ് നമുക്ക് നൽകും. അതുകൊണ്ട് സ്വർഗത്തെ നോക്കി സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറാൻ വേണ്ടി നമുക്ക് പ്രത്യേകം എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് ചിന്തിച്ചു നോക്കുക. ഇന്ന് ഈ രാത്രിയിൽ ദൈവം എന്നെ തിരിച്ചു വിളിച്ചാൽ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ആത്മധൈര്യത്തോടെ നിൽക്കുവാനുള്ളൊരവസ്ഥ എനിക്കുണ്ടോ? തമ്പുരാൻ്റെ വിളി കേട്ട് പോകത്തക്ക രീതിയിൽ ഈ ലോകത്തിലുള്ള എൻ്റെ കടങ്ങളെല്ലാം ഞാൻ കൊടുത്തു വീട്ടിയിട്ടുണ്ടോ? സ്നേഹത്തിൻ്റെ കടങ്ങൾ, ഉത്തരവാദിത്വത്തിൻ്റെ കടങ്ങൾ കുടിശ്ശികയായി അടിഞ്ഞുകൂടി കിടക്കുകയാണോ? എൻ്റെ ദൈവത്തെ സ്വീകരിക്കുവാനുള്ള ഒരുക്കം എനിക്കുണ്ടോ? എൻ്റെ ആയുസ്സിൻ്റെ ദിനങ്ങളെ ഞാൻ എണ്ണുന്നുണ്ടോ? മരണമെന്ന യാഥാർത്ഥ്യത്തെ വിസ്മരിച്ചുകൊണ്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണോ? സ്വർഗത്തിന് വേണ്ടി ജീവിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ ജഡത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി ഓടി നടക്കുന്ന ദുരവസ്ഥയിലാണോ? നമ്മുടെ അവസ്ഥയെ തിരിച്ചറിഞ്ഞ കർത്താവിൻ്റെ തിരുമുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. എപ്പോഴും മരണത്തിന് ഒരുങ്ങിയിരിക്കുന്ന ജാഗ്രതയുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി മാറുവാൻ തക്ക വിധം എൻ്റെ മനസ്സിനെ ലോകത്തിൽ നിന്ന് സ്വതന്ത്രമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വന്തം മരണത്തെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കേണ്ടത്, നിന്നോടൊപ്പമുള്ളവരും ഏതു സമയം വേണമെങ്കിലും ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെടാം. നാളെ അവരുമായി രമ്യതപ്പെടാൻ നിനക്ക് അവസരം കിട്ടണമെന്നില്ല, കാരണം അവർ നിത്യതയിലേക്ക് വിളിക്കപ്പെടും. നാളെ അവരെ സ്നേഹിക്കാമെന്ന് വിചാരിച്ചാൽ സ്നേഹിക്കാൻ പറ്റുകയില്ല.
ഇന്ന് മാത്രമാണ് യാഥാർത്ഥ്യം. നിന്റെ കുടുംബാംഗങ്ങളോട് നീ എങ്ങനെയാണ് പെരുമാറുക? മുറിവും വേദനയും ദുഃഖവും അസ്വസ്ഥതയുമാണ് നിന്റെ കുടുംബത്തിന് നീ നൽകുന്നത്. തിരിച്ചു വരാനും തിരിച്ചറിയാനുമുള്ള ദിവസമാണിന്ന്. നിന്റെ ജീവിത പങ്കാളിക്ക് സമാധാനവും സ്നേഹവും നൽകുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഇന്നാണ് അതിനുള്ള ദിവസം. നിന്റെ വ്യക്തിബന്ധങ്ങളിലെ വാശി വൈരാഗ്യങ്ങൾക്കൊരർത്ഥവുമില്ല. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 27-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നു, ജീവിതാന്ത്യത്തെ ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക. ജീവിതാന്ത്യത്തെ ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക. നിന്റെ ഭാര്യയോട് നീ വാശി പിടിച്ചിരിക്കുന്നതിനകത്ത് അർത്ഥമില്ല. നിന്റെ ഭർത്താവിനോട് വാശി പിടിച്ചിരിക്കുന്നതിനകത്ത് അർത്ഥമില്ല. നിന്റെ മാതാപിതാക്കളോടും അധികാരികളോടും സഹോദരങ്ങളോടുമുള്ള വാശിക്ക് അർത്ഥമില്ല. ജീവിതാന്ത്യം ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക. എല്ലാ വാശികളും മത്സരങ്ങളും ഉപേക്ഷിക്കുക. എല്ലാ ബന്ധങ്ങളിലേക്കും ഈശോയുടെ സ്നേഹം ഒഴുകുക. സ്വർഗത്തിൽ പോകുന്നതിന് വേണ്ടി നിന്റെ എല്ലാ ബന്ധങ്ങളും ക്രമപ്പെടുത്തുക. നിന്റെ ഏതെല്ലാം ബന്ധങ്ങളാണ് തകർന്നു കിടക്കുന്നത് അവിടേക്കെല്ലാം ഇന്ന് കർത്താവിൻ്റെ കരങ്ങൾ പിടിച്ച് നീ ചെല്ലുക. നിന്റെ കർത്താവിനോട് ചേർന്ന് വീണ്ടും ആ ബന്ധത്തെ നീ വീണ്ടും സുഗമമാക്കി മാറ്റുക. നിന്റെ ഭാവിക്ക് വേണ്ടി, അനശ്വരമായ ജീവിതത്തിന് വേണ്ടി നിന്റെ അഹങ്കാരവും സ്വാർത്ഥതയും ഉപേക്ഷിച്ചുകൊണ്ട് എളിമയോട് നീ ജീവിതത്തെ സമീപിക്കുക. എളിമയോട് നീ മറ്റു മനുഷ്യരെ സമീപിക്കുക. ഇതാ നിന്റെ ദൈവം നിന്റെ ജീവിതത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിന്റെ ജീവിതത്തിന്റെ രഹസ്യം നിറഞ്ഞ എല്ലാ ഏടുകളും അവിടുന്ന് വായിക്കുന്നുണ്ട്. നിന്റെ സ്വകാര്യ ജീവിതം അവിടുത്തെ മുമ്പിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നില്ല. ദൈവത്തെ കബളിപ്പിക്കുവാൻ നിനക്ക് സാധിക്കുകയില്ല. നിന്റെ സ്വകാര്യ ജീവിതത്തിൽ നിന്ന് പാപങ്ങളെ നീ ഉപേക്ഷിക്കുക. നിന്റെ വ്യക്തി ബന്ധങ്ങളിൽ നിന്ന് പാപം ഉപേക്ഷിക്കുക. ദൈവം ആഗ്രഹിക്കാത്ത പ്രവർത്തന മേഖലകളോട് ഇന്ന് യാത്ര പറയുക. നിന്റെ ദൈവത്തെ അഭിമുഖീകരിക്കുവാൻ നീ നിന്റെ ജീവിതത്തെ ഒരുക്കുക. എല്ലാ പാപങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധമായ ഒരു ജീവിതത്തിന് വേണ്ടി ആഗ്രഹിച്ച് എല്ലാ ശത്രുതയും ഉപേക്ഷിച്ച് വെറുപ്പില്ലാത്ത ഹൃദയത്തോടെ കരങ്ങൾ ഉയർത്തി സ്വർഗത്തെ നോക്കി തമ്പുരാനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവേ സ്തോത്രം. ജീവന്റെയും മരണത്തിന്റെയും നാഥനായ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. സ്വർഗത്തിന്റെ നാഥ, നിത്യതയുടെ പിതാവേ, നിത്യതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. സ്വർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എല്ലാവരും എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. ഈ ചിന്ത നമ്മളെ ധൈര്യപ്പെടുത്തട്ടെ. ഈ ലോകത്തിൽ നിനക്ക് കഷ്ടപ്പാടുകളുണ്ട്, ദുരിതങ്ങളുണ്ട്, കണ്ണുനീരുണ്ട്. ഒത്തിരി കാലം പ്രാർത്ഥിച്ചിട്ടും നിന്റെ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും നീ നിരാശപ്പെടരുത്. നിനക്ക് പ്രതിഫലം നൽകുന്നത് നിന്റെ ദൈവം ഈ ലോകത്തിൽ മാത്രമല്ല, സ്വർഗത്തിൽ നിനക്ക് വേണ്ടി വലിയ പ്രതിഫലം ഒരുക്കിയിട്ടുണ്ട്. സ്വർഗത്തിൽ നിനക്ക് വേണ്ടി വലിയ അവകാശങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരിക്കലും നിന്റെ അവകാശം നഷ്ടപ്പെട്ടു പോകുകയില്ല. ഒരിക്കലും നിന്റെ ദൈവം നിന്നെ കൈവിടുകയില്ല. നീ നിരാശപ്പെടരുത്. നിന്റെ ദൈവം നീതിമാനാണ്. നിന്റെ ദൈവം നിന്റെ അലച്ചിലുകൾ അറിയുന്നുണ്ട്, നിന്റെ കണ്ണുനീര് കാണുന്നുണ്ട്. അവിടുന്ന് നിനക്ക് പ്രതിഫലം നൽകുക. അവിടുന്ന് മാത്രമാണ് പ്രതിഫലം നൽകുന്നവൻ. അതുകൊണ്ട് ഈ ലോകത്തിൽ കിട്ടാത്ത പ്രതിഫലമോർത്ത് നീ നിരാശപ്പെടരുത്. ഈ ലോകത്തിൽ കിട്ടാതെ പോയ സ്നേഹമോർത്ത് നീ സങ്കടപ്പെട്ടിരിക്കരുത്. ഈ ലോകത്തിൽ നീ അവഗണിക്കപ്പെട്ടതിന്റെ പേരിൽ വിഷമിക്കരുത്.
അൽഫോൻസാമിയെ കുറിച്ച് ഓർക്കുക. തിരുസഭ നമ്മുടെ മുമ്പിൽ എടുത്തുയർത്തുന്ന ഒരുപാട് വിശുദ്ധരെ കുറിച്ച് ഓർക്കുക. ഈ ലോകത്തിൽ അവർക്ക് എപ്പോഴും പ്രതിഫലം കിട്ടിയിരുന്നില്ല. അവരുടെ പ്രതിഫലമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിഫലം നമുക്കും വാങ്ങണം. സ്വർഗത്തിന്റെ പ്രതിഫലത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കണം. ആരും എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും, ആരും എന്നെ അംഗീകരിച്ചില്ലെങ്കിലും, ഈ ലോകം എനിക്ക് കണ്ണുനീരാണ് തരുന്നതെങ്കിലും, എന്റെ കർത്താവേ, എനിക്ക് അവിടുന്ന് മതി, സ്വർഗം മതി, നിത്യത മതി, നിത്യജീവൻ മതി. ആ ജീവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകത്തില് 1-ാം അധ്യായത്തിൽ 7-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാനാണ് ആദിയും അന്തവും. ഭയപ്പെടേണ്ട, ഞാനാണ് ആൽഫയും ഒമേഗയും. ഞാൻ ജീവിച്ചിരിക്കുന്നവനാണ്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോലുകൾ എന്റെ കയ്യിലുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മരണത്തിന്റെയും നരകത്തിന്റെയും ജീവന്റെയും അധിപനായ കർത്താവിന്റെ കരങ്ങളിൽ നമ്മുടെ ഭാവി സുരക്ഷിതമാണ്. മരണത്തെ ഭയപ്പെടുന്നവർ ഈ സമൂഹത്തിലുണ്ടെങ്കിൽ ആ മരണഭയം കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. നീ മരിക്കുമ്പോൾ നിന്റെ കർത്താവിനെയാണ് നീ കാണാൻ പോകുന്നത്. നീ മരിക്കുമ്പോൾ നിന്നെ സ്വീകരിക്കാൻ നിനക്കൊരു കർത്താവുണ്ട്. നിനക്ക് പ്രതിഫലം നൽകാൻ ഒരു കർത്താവ് അവിടെ കാത്തിരിപ്പുണ്ട്. നീ മരണത്തെ ഭയപ്പെടരുത്. മരിക്കുന്നതിനെ കുറിച്ചുള്ള ഉത്കണ്ഠകൾ ഉപേക്ഷിക്കുക. രോഗത്തെ കുറിച്ചുള്ള ഉത്കണ്ഠകൾ ഉപേക്ഷിക്കുക. രോഗഭയങ്ങൾ ഉപേക്ഷിക്കുക. നിന്റെ കർത്താവ് നിന്റെ കൂടെയുണ്ട്. നിന്റെ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എല്ലാ ഉത്കണ്ഠയും വിട്ടുപോകട്ടെ. കർത്താവിന്റെ ശാന്തി കൊണ്ട് ഹൃദയം നിറയട്ടെ. കർത്താവിന്റെ സ്നേഹം കൊണ്ട് ജീവിതം പുറിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു, 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 യേശു. നിത്യമായ രാജ്യത്തെത്തിക്കും. അവിടെ ദുഃഖമില്ല, ഭാരവുമില്ല. എന്നെ നിത്യമായ രാജ്യത്തെത്തിക്കും. അവിടെ ദുഃഖമില്ല, ഭാരവുമില്ല. എന്റെ നിത്യനാണവൻ, എന്റെ രാജാവാണവൻ, എന്റെ പ്രിയനാണെന്നോർത്തിടുന്നു ഞാൻ. എന്റെ നിത്യനാണവൻ, എന്റെ രാജാവാണവൻ, എന്റെ പ്രിയനാണ് ഓർത്തിടുന്നു ഞാൻ. നമുക്ക് ഓർക്കാം, എത്ര കാലം ജീവിച്ചു എന്നതല്ല, എങ്ങനെ ജീവിച്ചു എന്നതാണ് പ്രാധാന്യം അർഹിക്കുന്നത്. എങ്ങനെ ജീവിച്ചു എന്നതിനേക്കാൾ എന്തിനു വേണ്ടി ജീവിച്ചു എന്നതാണ് പ്രധാനം. നിനക്ക് വേണ്ടി മാത്രമാണ് നീ ജീവിച്ചതെങ്കിൽ ആ ജീവിതത്തിന് മൂല്യമില്ല. ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന് മൂല്യമുണ്ടാകുന്നത്. സ്വർഗത്തിന് വേണ്ടി ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന് മൂല്യമുണ്ടാകുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ, സഭയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ആ ജീവിതത്തിൻ്റെ മൂല്യം വർദ്ധിക്കുന്നു. മൂല്യമുള്ള ഒരു ജീവിതമായി നമ്മൾ മാറണം. നമുക്ക് വേണ്ടി മാത്രം നമ്മൾ ജീവിക്കരുത്. സമ്പാദിക്കാൻ വേണ്ടി മാത്രം ജീവിക്കരുത്. സമ്പാദിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ നീ സമ്പാദിച്ചതിനെ നീ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ടത്.